വൃന്ദാവനത്തിലും എല്ലാ ധാമങ്ങളിലും ഭയങ്കര വിശേഷമാണ് അല്ലേ. നമ്മൾ ദാമോദര ആരതിയൊക്കെ ചെയ്യില്ലേ, ഇവർക്ക് പ്രത്യേക സേവയാണ് ഭഗവാന്റെ ചേർന്ന് നിന്നിട്ട് ചെയ്യുന്ന സമയം. ഇവർ ദാമോദര മാസത്തിൽ എങ്ങോട്ടും പുറത്തു പോവില്ല. പ്രത്യേകിച്ചും ജഗന്നാഥ ക്ഷേത്രത്തിലുള്ള കമ്മിറ്റിയിലൊക്കെ ഒരുപാട് പറഞ്ഞ് നമുക്ക് ഒത്തിരി ശ്രമിച്ചിട്ടാണ് ജഗന്നാഥ ക്ഷേത്രത്തിൽ നിന്ന് അവർ വിട്ടത്. പക്ഷെ എന്നാലും ചിലർ പറയും ഇവിടുന്ന് വിട്ടു നിൽക്കാനായിട്ട് ഇപ്പൊ തോന്നില്ല എന്നല്ലേ. അവരങ്ങനെയല്ല ചിന്തിച്ചത്. ജഗന്നാഥന്റെ ഒരു സേവനമായിട്ട് ഒരു ജഗന്നാഥ ഭക്തക്ക് അല്ലെങ്കിൽ ഡിവോട്ടിക്ക് വേണ്ടിയിട്ട് അവര് ഇവിടെ അനുഗ്രഹിക്കാനായിട്ട് വന്നു. അപ്പം അങ്ങനെ ഒരുപാട് ഇതെടുത്തിട്ടാണ്, റിസ്ക് എടുത്തിട്ടാണ് അവരിവിടെ എത്തിയത്. അതൊക്കെ ഭഗവാൻ ഇന്നലെ രാത്രി എന്നോട് പറയുണ്ടായി, ഭഗവാൻ അങ്ങനെ തോന്നിപ്പിക്കാണ്ട് നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ, ഞങ്ങൾ ഒരിക്കലും പുറത്തു പോവാറില്ല എന്ന്. ഇവർ 5 പേരും ജഗന്നാഥനുമായിട്ട് ബന്ധപ്പെട്ട പല രീതിയിലുള്ളവരാണ്. 5 പേരും കൂടി ഒരുമിച്ച് ഒരിക്കലും പുറത്തു പോയിട്ടില്ല. മോദിജിയുടെ അപ്നെ കുച്ച് ബോലാ താ നാ മോദിജിയുടെ എന്തോ ദ്വാരകയുമായിട്ട് ബന്ധപ്പെട്ട കുച്ച് ധാന ഉദർ ബി വോ നീ ഗേത്. ഒരിക്കലും എവിടെയും പോവാറില്ല, പക്ഷെ എന്തോ ഇവിടെ വരാൻ തോന്നിപ്പിച്ചു എന്ന് പറഞ്ഞു. ഇന്നലെ ഭയങ്കര സന്തോഷമായി. എയറിലാണ് നിൽക്കുന്നത്, കേൾക്കുമ്പോൾ സന്തോഷം ഒരുപാടുണ്ട്. എന്തായാലും പിന്നെ മറ്റൊന്ന്, ഈ ക്ഷേത്രത്തിൻ്റെ എല്ലാം തുടക്കമൊക്കെ ഗുരുവായൂരപ്പനിൽ നിന്നാണെങ്കിലും ഈ ക്ഷേത്രത്തിൻ്റെ ഓരോ ചുവടിലും ജഗന്നാഥൻ്റെ അനുഗ്രഹം ഫീൽ ചെയ്യാറുണ്ട് എപ്പോഴും. എനിക്ക് തോന്നുന്നു ഇത് മുഴുവൻ